അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പീഡിയ ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പുള്ളിയുടെ സ്ഥിരം ആയിട്ടുള്ള കെട്ടിപ്പിടുത്തം, ആലിംഗനം. അപ്പോൾ പിണറായിയെ താൻ കെട്ടിപ്പിടിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ ആലിംഗനത്തിനൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങൾ, തുറന്ന സ്നേഹപ്രകടനങ്ങൾ. ഇപ്പോൾ എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ പരിപാടി മുഴുവൻ വെറുപ്പിന്റെ രാഷ്ട്രീയ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിന്റെ കട ഉറക്കുന്നു എന്നുള്ളത് നമുക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജോഡോ യാത്രയിൽ നമ്മൾ കണ്ടാണ്. പിന്നെ സഹോദരി സ്നേഹം പ്രത്യേകമായിട്ട് എപ്പോഴും ആർക്കില്ലാത്ത സഹോദരി സ്നേഹം പ്രത്യേകമായിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ചർച്ചയിലെത്തിയിരിക്കുകയാണ്. പിണറായി വിജയനെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എനിക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയ പോരാട്ടമുണ്ട്. അപ്പോൾ വെറുപ്പിന്റെ പക്ഷത്താണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിന്റെ പീഡിയ എന്ന പുള്ളിയുടെ സിദ്ധാന്തത്തിനെ വെച്ചിട്ട് പറയുകയാണെങ്കിലും വെറുപ്പിന്റെ പക്ഷത്താണ് പിണറായിനെ പുള്ളി നിർത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൊണ്ട്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അതിപ്പം പറഞ്ഞ പിണറായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ കെട്ടിപ്പിടിക്കുക, എനിക്കങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ശീലമില്ല. ഒരു നേതാക്കൾ കണ്ടാൽ നമ്മൾ ചുരുക്കം ചില സമുദ്രങ്ങൾ മാത്രമേ അങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കാറുള്ളൂ. രാഹുൽ ഗാന്ധിയും ഞാനും കണ്ടാൽ ഒന്ന് കൈവണങ്ങും അല്ലെങ്കിൽ ഒന്ന് നമസ്കാരം പറയാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അത് മോദിയാണ്, അത് അങ്ങോട്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ മൊത്തം കണ്ട ചിത്രമായിരുന്നു മോദിയെ പോയി കെട്ടിപ്പിടിക്കുന്നത്. അവിടെ രാഷ്ട്രീയ പോരാട്ടം ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പം ബാക്കി വന്നത്. ഇന്നലെ അവർ പുറത്തോട്ട വീഡിയോയിൽ പറഞ്ഞത് പിണറായിയുമായിട്ടൊക്കെ രാഷ്ട്രീയ പോരാട്ടമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ പറ്റില്ലെന്നാണ്. അപ്പം മോദിയുമായിട്ട് രാഷ്ട്രീയ പോരാട്ടം ഇല്ല എന്ന് സമ്മതിക്കുകയാണെന്നല്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്നേഹത്തിന്റെ കടയുണ്ടല്ലോ, സ്നേഹത്തിന്റെ കട എല്ലായിടത്തും തുറന്നു. സഞ്ചരിക്കുന്ന കടയുമായിട്ട് ഭാരത് ജോഡോ യാത്ര ഇന്ത്യ മൊത്തം നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ആ സ്നേഹത്തിന്റെ കടയ്ക്ക് സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞു നോക്കുകയാണ്. പിണറായി അതിനൊരു മറുപടി കൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതിന് കാരണം രാഹുലിന്റെ ഈ നിലപാട് തന്നെയാണ്, ഈ സംസാരം തന്നെയാണ്, ഈ ശൈലി തന്നെയാണ്. അതായത് രാഹുൽ തന്നെയാണ് ഈ മുന്നണിയെ, ഇന്ത്യ പ്രതിപക്ഷ മുന്നണി ഇങ്ങനെ ആക്കുന്നതെന്നും ഐക്യത കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലായാലും എല്ലായിടത്തും ഇന്ത്യ മുന്നണി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. ഇപ്പം ബംഗാളിലേക്ക് പോയാലും തൃണമൂലും കോൺഗ്രസ് CPM മത്സരിക്കുന്നതാണ്. അങ്ങനെ വല്ലാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അത് ദേശീയ തലത്തിലൊക്കെ ഇവർ ഒരുമിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ അത് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ ഒന്നും കൂടി വെറുപ്പിൽ ഒന്നും കൂടെ കലർത്തിയെടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കാരണം ഈ മുന്നണിയിൽ നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിൽ DMK വിട്ടിട്ട് പോയ സാധ്യത നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെയായിരുന്നു അത്. ആം ആദ്മി പാർട്ടി മീറ്റിങ്ങിന് വന്നിട്ടുള്ള വിട്ടിട്ട് പോയി. JMM പ്രശ്നമുണ്ട്, ജനറൽ പ്രശ്നമുണ്ട്, മറ്റ് പല പാർട്ടികളും പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. CPM പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാലാണ് വന്നിട്ട് പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാനാവില്ല. അപ്പം ഇത് ഒരു നേർവഴിക്ക് കൊണ്ടുപോകണം. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് സംശയം ബാക്കിയാവുന്നത്. കോൺഗ്രസ് എപ്പോഴും ഈ കാര്യത്തിൽ ഒരു ഡബിൾ ഗെയിമാണ് കളിക്കാറുള്ളത്. ഈ ഇന്ത്യ ബ്ലോക്കിനെ ഒരു തരത്തിലും ഈ കോൺഗ്രസിന്റെ ഈ വല്യേട്ടൻ മനോഭാവത്തിന് കീഴിലുള്ള കുറെ ചെറു പാർട്ടികളുടെ സഖ്യം എന്ന നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും, ഏത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഘട്ടത്തിൽ വരുമ്പോഴും കോൺഗ്രസ് എപ്പോഴും അവരൊരു ഡോമിനന്റ് കക്ഷിയായിട്ട് നിൽക്കും. ഇപ്പൊ DMKയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു ശേഷിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സ്ഥലത്തും ജയിക്കാൻ കഴിയില്ല. പക്ഷെ അവരർഹിക്കാത്ത അളവിലുള്ള സീറ്റുകൾ വേണം. ഇത് കൊടുത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഇതാണ് ഭീഷണി. ഇത് അവർ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ട്. AIPക്കെതിരെ ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, AIPയെ ഏത് തരത്തിലാണ് അവർ തകർക്കാൻ ശ്രമിച്ചത്. കാരണം കോൺഗ്രസ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ ജയിലിലെത്തിച്ചത്. സംശയമില്ല. അത് നിലപാട് ഇപ്പോഴും ചർച്ചയാണല്ലോ. അത് അന്ന് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടുകൾ. അതുപോലെ തന്നെ സിസോദിയ അറസ്റ്റിലായപ്പോൾ സന്ദീപ് ദീക്ഷിതൊക്കെ വളരെ ഓപ്പണായിട്ട് വന്നിട്ട് അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഷീല ദീക്ഷിതിന് പോകാനാണ്. സന്ദീപ് ദീക്ഷിത് ഓപ്പണായിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചു. പ്രവർത്തകരെ പുറത്തിറക്കി, അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ഇത്തരത്തിൽ ഇന്ത്യ ബ്ലോക്കിനെതിരെ തന്നെ ഇവർ നടത്തിയ ഈ ശ്രമങ്ങൾ അവസരവാദ നിലപാടുകളാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിലെ കോൺഗ്രസ് DMKക്ക് ഒപ്പം ചേർന്നത് അവിടെ ഒറ്റയ്ക്ക് വന്നാൽ അവർ ഒരു സീറ്റിലും ജയിക്കാനില്ലെന്ന് വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അപ്പോൾ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നിച്ച് വന്നിട്ട് ആക്കിയത്. അപ്പം അവിടെ DMK അല്ലാതെ മറ്റൊരു സഖ്യത്തിന് ഇപ്പം സ്കോപ്പില്ലെന്ന് അറിയാം. പിന്നെ ADMK നമുക്കറിയാം, അത് വലതുപക്ഷത്തിൻ്റെ കുറച്ചുകൂടി പിന്നെ ഒരു BJP ചേരി വേണ്ടി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു കൂട്ടുകക്ഷി തൽക്കാലം ഇപ്പം ശ്രമിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ TVK ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര വലിയ ജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ അന്നേരം തന്നെ അവിടത്തേക്ക് പോയി കൂടുമാറിയേ. ജയിച്ചു വന്ന് സെക്കൻഡിനുള്ളിൽ ഇപ്പം സ്റ്റാലിനും ഉദയനിധിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ആശയവിനിമയവും ഇല്ല.
സർക്കാർ രൂപീകരിക്കാൻ അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ചാടിപ്പോകുന്നൊരു രീതിയാണത്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പം ഈ പറഞ്ഞ സ്റ്റാലിനെ അതുവരെ ചേട്ടനെ പോലെയാണ് കാണുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു രാഷ്ട്രീയത്തിലല്ല ഞാൻ ചേട്ടനെ പോലെ കാണുന്നത്. കാരണം അവിടെ ചേട്ടനെ പോലെ കൂടെ നിന്നാൽ മാത്രമേ അവിടുന്ന് രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്ക് സീറ്റുകൾ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. ആം ആദ്മിയുടെ അവസ്ഥ, ആം ആദ്മി ഇവരെ തകർത്തിട്ടാണ് ഡൽഹിയിൽ വന്നത്. കാരണം ഇവരെ തകർത്തിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവരെ വെറുത്തിട്ട് അവരൊരു ചോയ്സ് നടത്തുകയാണ്. അവർ BJP ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുമായിരുന്നില്ല. പക്ഷേ ഇവരെടുത്തു. അവിടെ സംഭവിച്ചെന്താണ്? ആം ആദ്മി പാർട്ടി കയറി വന്നു, അധികാരം പിടിച്ചു, തുടർച്ചയായി അധികാരം പിടിക്കുന്നു. പക്ഷെ കോൺഗ്രസിന് അത് നമ്മുടെ നിലം മൊത്തം ഒലിച്ചു പോയി എന്നറിയാം. അപ്പോൾ എന്താ, ഇവരെ അങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് BJP കൂടെ നിന്ന് ഇവരങ്ങ് ഇല്ലാണ്ടാക്കി. അത് BJP-ക്കുള്ളായി മാറി. അതെ, ഇവർ ഏത് കാരണം കൊണ്ടാണ് ജനങ്ങൾ ഇവരെ ഉപേക്ഷിച്ചത് എന്ന് പഠിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാനും രാഷ്ട്രീയമായിട്ട് AAPയെ നേരിടാനും അല്ല അവർ തയ്യാറാവുന്നു. ഇവർ ചെയ്യുന്നത് AAPയെ തകർത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവർക്കെതിരെ BJP-ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ BJP ആരോപണം ഉന്നയിച്ചു. പിന്നെ ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികളെ വന്നു. അപ്പോൾ അതിന് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി ഇവരും അത് സമ്മതിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ആഹ്വാനം നടത്തുന്നു, അത് അവർ അഴിമതിക്കാരാണെന്ന്. അവർ തിരിച്ച് വേറെ ഈ BJP എങ്ങനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അതിന് വളം വെച്ച് കൊടുത്തു. അവിടെ ആം ആദ്മിനെയും പിന്നെ സൈഡാക്കുന്ന രീതിയിലേക്ക് പോയി. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ? കേരളത്തിൽ പിന്നെ അങ്ങനെ ഇവരെ CPM-നെ എതിർത്ത് തന്നെ നിൽക്കണം. എതിർത്ത് നിന്നാൽ മാത്രമേ കോൺഗ്രസ് നിലനിൽപ്പുള്ളൂ. തുല്യ ശക്തികളാണ് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും. അപ്പോൾ ഇവിടെ സ്കോപ്പ് ഉണ്ട്. ഇവിടെ പിണറായി എന്നൊരു നേതാവ് ഒരിക്കലും ഈ രാഹുൽ ഗാന്ധിയുടെ ഇതിന് നിൽക്കുന്നൊരു നേതാവും അല്ല. അപ്പോൾ അവിടെ ഒരു സഖ്യത്തിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ തന്നെ രാഷ്ട്രീയ വ്യത്യാസം കാണിക്കാം, പരസ്യമായി പ്രകടിപ്പിക്കാം. കാരണം അവിടെ നിന്നൊന്നും ഇവരിൽ നിന്ന് കിട്ടാനില്ലല്ലോ. ഇവിടെ എന്നാലും പരസ്പരം മത്സരിച്ച് സീറ്റുകൾ അങ്ങോട്ടും വരാനുള്ളൂ, എല്ലാം പോരാട്ടമുണ്ട്. അതുകൊണ്ട് പിണറായിനെ കെട്ടിപ്പിടിക്കുക, പിണറായി നോക്കിയാൽ വേണ്ട. ഇപ്പം DMK-യിൽ ഇനിയിപ്പം വിജയനെ കെട്ടിപ്പിടിക്കാം, വിജയനെ ചേട്ടനാക്കാം, പ്രശ്നമില്ല. അവിടെ കൂടെ വന്നാലേ നടക്കുന്നുള്ളൂ. ആം ആദ്മിയുടെ ഇതുപോലെ തന്നെ അവർ കാണുന്നത്. ഇതാണ് ഈ മുന്നണികളെല്ലാം പറഞ്ഞത്. DMK ഇപ്പം വരാതിരുന്ന കാരണവും ഇത് തന്നെയാണ് പറഞ്ഞത്. തങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളുടെ വോട്ടും കൂടി വാങ്ങി ജയിച്ചിട്ട് ആ സീറ്റ് നേരെ കൊണ്ടുപോയിട്ട് DAVക്ക് മന്ത്രിസഭയിലേക്ക് കയറുന്നപ്പോൾ അതിലൊരു വലിയൊരു ചതി തന്നെയാണ് പറയാനുണ്ട്. അതാ രാഷ്ട്രീയ ചതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇവർ രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്ന നമ്മൾ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ഇതുപോലെ ഞാൻ കെട്ടിപ്പിടിക്കില്ല ഇങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് പിന്നെ കേരളത്തിൽ പ്രചാരണത്തിൽ വന്നിട്ട് പെങ്ങളും ഞാനും തമ്മിൽ മിണ്ടാതിരുന്നതും അമ്മ ഇടപെട്ടതും ഇത് ലോക്സഭ പ്രതിപക്ഷ നേതാവാണ് വന്ന് പറയുന്നത്. കേരളത്തിൽ വന്നിട്ട് പറയുന്നത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ അയാൾ പ്രസംഗിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയമല്ല. എനിക്കൊന്ന് വയനാട്ടിൽ മറ്റേ തറക്കല്ലിടൽ ചടങ്ങിനാണെന്ന് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിന് അടുത്താണല്ലോ നടന്നത്. ഈ വയനാട് ദുരന്തബാധിതരുടെ അവസ്ഥയും ഇതൊക്കെ പറഞ്ഞു. ഇപ്പോഴും ആ തറക്കല്ലും മാത്രമേ അവിടെ ഉള്ളൂ. അത് വേറെ രാഷ്ട്രീയം, അത് വേറെ കാര്യം. പക്ഷെ അവിടെ വന്നിട്ട് പറഞ്ഞ ഈ ജനങ്ങളെ ആ ഒരു വലിയൊരു ദുരന്തത്തിൽ ബാധിതരായ ജനങ്ങളോട് പറയാണ് അത് എത്രയും ദിവസം കഴിഞ്ഞിട്ട് വാഗ്ദാനം പാലിക്കാൻ പറ്റുന്നവരാണ്. ഇന്നലെ ഞാനും പെങ്ങളൊന്ന് മുടക്കി, മറ്റേ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചൊടിച്ചു. അമ്മ വന്നിട്ട് ചോദിച്ചു, ഫ്ലൈറ്റിൽ വന്നിട്ട് മിണ്ടിയില്ല, ഇപ്പോഴാണ് മിണ്ടുന്നത്. എന്നിട്ട് പെങ്ങളെ മുഖത്ത് പറ്റിയാൽ കോൺഗ്രസൊക്കെ മതി. അതിന് കിട്ടിയ കയ്യടി ഉണ്ടല്ലോ, അതിലുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. രാഷ്ട്രീയം പറയാതിരിക്കുക, അതിന് പകരം അങ്ങനെ വ്യക്തികളെ കേന്ദ്രീകരിച്ചും അങ്ങനെ വളരെ ഷാലോ ആയിട്ടുള്ള പഴംപൊരി രാഷ്ട്രീയം ചർച്ച ചെയ്യുക. ഇത് ഒരു സ്ഥിരം ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വലിയൊരു പ്രശ്നം ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ഭയങ്കര കോമഡി ആയിട്ടുള്ള അത് ശരിക്കും കോൺഗ്രസിൻ്റെ നിലപാടല്ല, കോൺഗ്രസിൻ്റെ ഒരു ആലോചന രീതിയല്ല. അത് ലിബറൽസ് പറയുന്നതാണ്. കേരളത്തിലെ ലിബറൽസ് ആണ് എപ്പോഴും അത് പറയാറുള്ളത്. ഇടതുപക്ഷം വലത്തോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു, വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഈ അച്യുതാനന്ദൻ ആരാധകരായിട്ടുള്ള കുറെ ലിബറൽ കോൺഗ്രസ് ബുദ്ധിജീവികളുണ്ട്. ഇവർ സ്ഥിരം പറയുന്ന കാര്യമാണ് കോൺഗ്രസിൽ ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് ചായുന്നു. അപ്പോൾ ഇതിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു കോമഡി എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിൽ വലതുപക്ഷ പാർട്ടിയാണ്, ഇവരതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. വലതുപക്ഷം ഒരു പിന്തിരിപ്പൻ ഇതാണെന്നുള്ള ആശയമുണ്ടല്ലോ. അത് വെച്ചാണ് ഇപ്പം സതീശൻ ഉൾപ്പെടെ പറഞ്ഞ ഇടതുപക്ഷം പറയുന്നുണ്ടല്ലോ, ഇവരിടതുപക്ഷമാണ് അവര് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിടുവാദങ്ങൾ വെച്ചിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം രാഹുൽ ഗാന്ധി പറയുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ്, ഇപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമുള്ള കോൺഗ്രസ് അപ്പം അതിന് മുന്നത്തെ ശേഷം ഇനി വരുന്നത് നമുക്ക് എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇപ്പം മുന്നോട്ട് വെക്കുന്ന ഇതേ ഉള്ളൂ, അവസ്ഥവാദ നിലപാടത്. ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇത് പ്രാദേശികമായിട്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ, ഈ നമ്മൾ ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ അറിയാം എല്ലാ സംസ്ഥാനങ്ങളും പ്രാദേശികമായി നമ്മൾ ഏറ്റുമുട്ടും, പ്രാദേശികമായി ഇതുണ്ടാവും. പക്ഷേ ഇന്ത്യ എന്ന ആശയം പിന്നെ ഒരു അപകടത്തിലാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി വരും. അതിന് DMK-യുമായി സഹകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം DMK ആയിട്ടുള്ള അവിടെ സീറ്റിൻ്റെ ആവശ്യം നമുക്കില്ല, DMK-യുടെ വന്നു. ഇനി അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുമ്പം ഈ സർക്കാരിനെല്ലാവരും വെറുത്തു തുടങ്ങി ജയം ഉറപ്പാണെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞ DMK-യുടെ സീറ്റും വേണ്ടിയിട്ട് നമുക്ക് പിന്നെ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാം എന്നൊരു ഇതാണ് പറഞ്ഞത്.
അപ്പം അധികാരം എന്ന സ്ഥാനത്തിന് ഇതെല്ലാം ഒന്നിച്ചു വേണം, പക്ഷെ ഒരുമിച്ചൊന്നും പോരാടാനാവില്ല. നേരത്തെ പറഞ്ഞ വലിയേട്ട അനുഭവം തന്നെയാണ്. നമ്മൾ പറയുന്ന സീറ്റ് നമുക്ക് പറയുന്ന അളവിൽ കിട്ടിയാൽ നമ്മൾ മത്സരിക്കും. മറ്റു പല സംസ്ഥാനങ്ങളും നമുക്കറിയാം ഈ രണ്ടാം മുന്നണിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഈ ഇന്ത്യ മുന്നണി എന്നതിന് വരുന്നത് മുംബൈയുള്ള സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഈ നിലപാടും കോൺഗ്രസിന്റെ ഈ ഡിമാൻഡോട് പല സീറ്റുകളും നഷ്ടപ്പെടാൻ കാരണമാക്കിയിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ്. എല്ലായിടത്തും ഇവരുടെ പിടിവാശി അല്ലെങ്കിൽ നിലപാട് ഇത് വെച്ചിട്ട് ഒന്നുമില്ല. പ്രതിപക്ഷത്തെ വോട്ടുകൾ ചിഹ്ന ഭിന്നമായിട്ട് പോകും. ഈ BJP കിട്ടുന്ന വോട്ടുകളോടെ ഏകീകരിക്കപ്പെടുന്നത് കിട്ടുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയാലും നിലപാട് എവിടെ പോയാലും എടുക്കും. അതിന് ഈ പറഞ്ഞ പ്രാദേശികമായിട്ട് ഇത് മത്സരിക്കാൻ ഒരു നിലപാട് എടുക്കുന്ന പാർട്ടിക്ക് അത് ആ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു കൃത്യമായ മാനദണ്ഡം വെച്ച് ഇവർ മുന്നോട്ട് പോകണം. ഇപ്പം എന്താ DMK ഈ മുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷിയാണ്. DMK പോയി തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പം ഉണ്ട്. തൃണമൂലിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പം എന്താണ് മമതയുടെ കയ്യിൽ പാർട്ടി ഇല്ലാത്ത അവസ്ഥയാണ്. മമതനെ ഇപ്പം വീണ്ടും കോൺഗ്രസിൽ ക്ഷണിക്കുന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ മമതയ്ക്ക് അവിടെ ഒരു പിടിയില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കോൺഗ്രസ് മാത്രമാവുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വോട്ട് ചോർച്ചയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് മറ്റു നേതാക്കൾക്കൊന്നും സംശയമുണ്ട്, പല നേതാക്കൾക്കും സംശയമുണ്ട് അത്ര. പക്ഷേ എനിക്കതിൽ ഉറപ്പുണ്ട് തൊട്ടാണ് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ അവർ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ അതിന് കൃത്യമായിട്ട് ആ പോരാട്ടം നയിക്കാനോ അല്ലെങ്കിൽ അതിന് ലക്ഷ്യത്തിലെത്തിക്കാനോ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് മെനക്കെടുന്നില്ല. അദ്ദേഹം വന്നൊരു പ്രസന്റേഷൻ നടത്തി. അത് പറയുന്നത് ഈ പുതുതലമുറ വോട്ടർമാരെ ജൻസീനൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഈ പ്രസന്റേഷൻ വെച്ചിട്ടുള്ള ഇത് വർഷം നടത്തുന്ന കാര്യങ്ങൾ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായി നേരിടാനോ അല്ലെങ്കിൽ മറ്റു പോരാട്ടത്തിന് അദ്ദേഹം പോകുന്നില്ല. വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം ഇത് മാത്രം പറഞ്ഞതിനെ കൊണ്ട് ഈ പോരാട്ടം ലക്ഷ്യം കാണില്ലല്ലോ. അതിനെ നിയമപരമായി നേരിട്ടാണെങ്കിൽ അത് നേരിടാൻ തയ്യാറാവണം. അതാണ് വിളിക്കണം. അതിനൊന്നും വയ്യ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പറഞ്ഞാലേ ഈ കേരളത്തിൽ വരുന്ന കടലിൽ ചാടുന്നത് അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടംപൊരിയും കഴിച്ച് നടക്കുന്നത് ഇതിലേക്കാണ് രാഹുൽ ഗാന്ധി ത്തിന്റെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മ തുടക്കം മുതലേ നമ്മൾ കാണുന്നതാണ്. തുടക്കം മുതലേ പുള്ളി രാഷ്ട്രീയ പക്വത പ്രദർശിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് പാർട്ടിക്കകത്ത് രാഷ്ട്രീയത്തിനകത്ത് വന്നിട്ടും പുള്ളി ഇത് കാണിക്കുന്നില്ല. 34 വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അത് വളരെ വൈകിയ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സോണിയ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ചർച്ച ചെയ്യേണ്ട കേസില്ല. പക്ഷെ അതിനുശേഷം രാജ്യത്ത് ആ ടൈമിൽ എത്തുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് നേരത്തെ ഇല്ലാതാണെങ്കിൽ കൂടി ആ ടൈം ആ പ്രായമാകുമ്പോഴേക്ക് ഈ ഒരു കുടുംബത്തിലുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു പക്വത കാണിക്കും. അതൊന്നും ഉണ്ടായില്ല. അതാണ് അച്യുതാനന്ദനൊക്കെ ഇടക്കാലത്ത് ചില പരാമർശം നടത്തേണ്ടി വന്ന സാധനങ്ങളൊക്കെ വന്നത്. ഈ പക്വതയില്ലായ്മയുടെ ഒരു പ്രശ്നമാണ് ഇയാൾക്കൊരു പ്രത്യയശാസ്ത്ര ബലമില്ലായ്മ. അതാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഈ ആലിംഗന പ്രത്യയശാസ്ത്രം. ഇതൊക്കെ ഒരു പ്രത്യയശാസ്ത്രമായിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു തത്വചിന്തയായിട്ടും പുള്ളി കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ 34 വയസ്സിൽ വന്നുകൊണ്ടാണോ എന്ന് അറിയില്ല. അദ്ദേഹത്തിന് പിൽക്കാലം അറിയില്ല, കോൺഗ്രസിന് പിൽക്കാലം അറിയില്ല. ആ കാലത്ത് ഇവർക്ക് സ്നേഹത്തിന്റെ പീഡിയൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര ദളിത് കൂട്ടക്കൊലകൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു മുസ്ലിമിനെ കൊന്നു, ഒരു ദളിതിനെ കൊന്നു എന്നുള്ള കേസുകളാണ്. ഇവരുടെ കാലത്ത് നടന്നത് ദളിത്സിന് കൂട്ടക്കൊലയായിരുന്നു. അത് ഭഗൽപൂരിൽ 1000 മുസ്ലിംസിനാണ് ഒറ്റയടിക്ക് കൊല ചെയ്തത്. ഒന്നാലോചിച്ച് നോക്കണം. എന്നാൽ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേന്ദ്രത്തിലും കോൺഗ്രസ് ആണ്. ഇവരെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കോളിഫ്ലവർ കൃഷി ചെയ്തു. ആ തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്നിട്ടുണ്ട്. സിഖ് കാര്യങ്ങൾ വേറെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അതൊരു വലിയ ഒരു ഇന്റർനാഷണൽ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടായിരിക്കണം അതെപ്പോഴും മുമ്പിലുണ്ട്. പക്ഷെ ഇതല്ലാതെ തന്നെ ആയിരങ്ങളും കൊല ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാലത്തൊന്നും ഇവർക്ക് സ്നേഹത്തിന്റെ കട ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ഫെഡറൽ തത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങുന്നവര് ഏത് കാലത്താണ് ഫെഡറലിസത്തിനെ കുറിച്ച് ആഗ്രഹപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ ഈ പറയുന്നതിലൊക്കെ ആളുകൾക്ക് ഈ കാപ്പട്യം മനസ്സിലാവുന്നുണ്ടാണ്. ഇദ്ദേഹം മോദിയെ പാർലമെന്റിൽ പോയി കെട്ടിപ്പിടിക്കുമ്പോൾ ആളുകൾക്ക് ആ കാപ്പട്യം മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവരുടെ ചരിത്രം അറിയാം, രാഹുലിന് അതറിയില്ല, ജനങ്ങൾക്ക് അതറിയാം. ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് കടന്നു പോകുന്ന കാലം. അപ്പോൾ ദളിത്സിനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഓർക്കുന്നത് ദളിത്സ് കൂട്ടക്കൊല ചെയ്യപ്പെട്ട കാലത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഗതി കറക്റ്റ് ചെയ്യാൻ, ഒരു പൊളിറ്റിക്കലി ഇവർ സ്വയം കറക്റ്റ് ചെയ്യാനും ഒരു രാഷ്ട്രീയമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ഇവർക്ക് മുമ്പോട്ട് പോകാനുള്ള കഴിവ് ആർജിച്ചെടുത്തില്ലെങ്കിൽ രാഹുൽ ഈ ഇന്ത്യ ബ്ലോക്കിനെ പൊളിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ഈ അവസ്ഥയിലേക്ക് ഇന്ത്യ ബ്ലോക്കിനെ എത്തിക്കുന്നത്. അത് ഇനിയും മാറ്റില്ലെങ്കിൽ ഇപ്പം എല്ലാ നേതാക്കളെയും വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതായാലാണ്. ഇനി അതിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ പറഞ്ഞ നേതൃത്വത്തിൽ വലിയേട്ടം കളിച്ച് നിൽക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഇത് പ്രതിപക്ഷ നേതൃത്വം രാഹുൽ ഗാന്ധിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ഹോപ്പിലാണെങ്കിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുന്നുണ്ട്.